തിരുവനന്തപുരം കുമാരപുരത്ത് ലഹരി ഉപയോഗം ചോദ്യം ചെയ്തതിന് ഡിവൈഎഫ്ഐ പ്രവർത്തകനെ കുത്തിപ്പരിക്കേൽപ്പിച്ചൊരു വാർത്ത കൂടി പുറത്തു വരുന്നു. ഡിവൈഎഫ്ഐ യൂണിറ്റ് സെക്രട്ടറി പ്രവീണിനാണ് കുത്തേറ്റത്. ചന്തു, ബൈജു എന്നിവരെ പ്രതികളാക്കി മെഡിക്കൽ കോളേജ് പോലീസ് കേസെടുത്തിട്ടുണ്ട്. പ്രദേശത്തെ പ്രധാന കഞ്ചാവ് കച്ചവടക്കാരനാണ് ചന്തു എന്നാണ് ഡിവൈഎഫ്ഐയുടെ പരാതി. ഇന്നലെ രാത്രി ഏതാണ്ട് ഒരു 8 മണിയോടുകൂടിയാണ് ഡിവൈഎഫ്ഐയുടെ യൂണിറ്റ് സെക്രട്ടറി ആയിട്ടുള്ള പൊതുജനം യൂണിറ്റ് സെക്രട്ടറി ആയിട്ടുള്ള പ്രവീൺ ജോലി കഴിഞ്ഞ് മടങ്ങി വരുന്ന വഴിയിൽ അദ്ദേഹത്തിന്റെ വീട്ടിന്റെ മുന്നിലായി നിന്ന ഈ ചന്തു എന്ന് പറയുന്ന ഒരു വ്യക്തി കഞ്ചാവിനും മയക്കുമരുന്നിനുമെല്ലാം അടിമയായി ആ പ്രദേശത്ത് കഞ്ചാവും മയക്കുമരുന്ന് ഉൾപ്പെടെ ഈ സിന്തറ്റിക് ഡ്രഗ്സ് ഉൾപ്പെടെ വിൽപ്പന ചെയ്യുന്ന ചന്തു എന്ന് പറയുന്ന ഒരു വ്യക്തി അവിടെ ഇരുന്ന് അസഭ്യം പറയുകയും കുട്ടികളെ അടക്കം ചീത്ത വിളിക്കുന്നൊരു സമീപനമുണ്ടായ സാഹചര്യത്തിൽ ഇത് കേട്ട് അവിടെ എത്തുന്ന നമ്മുടെ ഡിവൈഎഫ്ഐയുടെ യൂണിറ്റ് സെക്രട്ടറി ആയിട്ടുള്ള പ്രവീൺ അവിടെ എത്തിയ ആളോട് എന്താണ് സംഭവമെന്നൊക്കെ തിരക്കി എന്തിനാണ് ഇങ്ങനെ കുട്ടികളെ അടക്കം ചീത്ത വിളിക്കുന്നത് എന്ന് ചോദ്യം ചെയ്ത് ആ സാഹചര്യത്തിൽ പ്രകോപിതനായ ഈ പ്രതി ഡിവൈഎഫ്ഐയുടെ യൂണിറ്റ് സെക്രട്ടറി ഉൾപ്പെടെ ആക്രമിക്കുകയും ഇതിനു മുമ്പ് തന്നെ മയക്കുമരുന്ന് അടക്കം അവിടെ വിതരണം ചെയ്യുന്നതിന് ഈ ആളെ ചോദ്യം ചെയ്തതിന്റെയൊക്കെ മുൻവൈരാഗ്യം വെച്ചുകൊണ്ട് തന്നെ പ്രവീണിനെ ഈ ഒരു വിഷയത്തിനകത്ത് അങ്ങോട്ട് ഈ പറഞ്ഞ അസഭ്യം വിളിച്ച് വീണ്ടും പ്രതിയുടെ കൂടെ ഒരാൾ കൂടി ഉണ്ടായിരുന്നു. ആളെ പേര് കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയിട്ടില്ല. പക്ഷേ ഈ ചന്തുവിനോടൊപ്പം ഒരാളും കൂടി നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും അസഭ്യം പറയുന്ന ഒരു സാഹചര്യത്തിലാണ് പ്രവീൺ അവിടെ ഇടപെടുന്നത്. അങ്ങനെയാണ് കയ്യിൽ കരുതിയിരുന്ന സ്ക്രൂ ഡ്രൈവർ എടുത്ത് പ്രവീണിനെ കഴുത്തിലും തലയിലുമായി കുത്തുന്നത്. വി അരുൺ ചേരുന്നുണ്ട് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന്. അരുൺ, ഈ കുമാരപുരത്ത് ലഹരി സംഘത്തിന്റെ ആക്രമണം ഉണ്ടാകുന്ന ഡിവൈഎഫ്ഐ പ്രവർത്തകന് യൂണിറ്റ് സെക്രട്ടറിക്ക് നേരെയാണ്. എന്താണ് അവിടെ സംഭവിച്ചത്? ഇന്നലെ രാത്രി 8 മണിയോടുകൂടിയായിരുന്നു ഈ കുത്തേറ്റ പ്രവീൺ മകനൊപ്പം വരുമ്പോഴാണ് ഇവിടെ ഇവർ കഞ്ചാവ് വലിച്ചുകൊണ്ടിരിക്കുന്നു ഡിവൈഎഫ്ഐയുടെ പരാതിയിൽ പറയുന്നത്. പോലീസ് സ്ഥിരീകരിക്കുന്നില്ല. അവർ ലഹരി ഉപയോഗിക്കുന്നുണ്ട്, പക്ഷേ അത് ആ സമയത്ത് കഞ്ചാവാണോ ഉപയോഗിച്ചെന്ന കാര്യത്തിൽ പോലീസ് സ്ഥിരീകരണം വന്നിട്ടില്ല. പക്ഷേ പോലീസ് കേസെടുത്തിട്ടുണ്ട്. ലഹരി ഉപയോഗിച്ചിരുന്നു അവർ എന്നതും വസ്തുതയാണ്. മദ്യപിച്ചു എന്നാണ് പോലീസിനോട് ഇവർ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. ഒരാളെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ബൈജു എന്നയാളാണ് കസ്റ്റഡിയിലുള്ളത്. അവിടെ അസഭ്യം വിളിക്കുകയും അവിടെ ബഹളം ഉണ്ടാക്കുകയും ചെയ്തപ്പോൾ അതിനെ പ്രവീൺ ചോദ്യം ചെയ്തു. ഡിവൈഎഫ്ഐയുടെ പൊതുജനം യൂണിറ്റ് സെക്രട്ടറിയാണ്. യൂണിറ്റ് സെക്രട്ടറിയും ലോക്കൽ കമ്മിറ്റി അംഗവുമാണ് പ്രവീൺ ചോദ്യം ചെയ്തു. അത് തർക്കമാവുകയും കയ്യിൽ കരുതിയിരുന്ന സ്ക്രൂ ഡ്രൈവർ കൊണ്ട് ഇയാൾ പ്രവീണിൻ്റെ കഴുത്തിലും അതുപോലെ തലയ്ക്കും കുത്തുകയായിരുന്നു. ഗുരുതരമായ മുറിവുണ്ട് പ്രവീണിന്. മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ സർജറിക്ക് ശേഷം ഇപ്പോൾ അദ്ദേഹത്തെ ICUവിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ഈ പ്രവീൺ നേരത്തെയും സമാനമായി മറ്റൊരാളെ കൂടി ഈ സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ച് കുത്തിയ ആളാണ്. അന്ന് കേസെടുത്തില്ല എന്നാണ് പോലീസ് പറയുന്നത്. അതായത് ഇത്തരത്തിൽ അക്രമ വാസനയുള്ള ആളാണ്. ഡിവൈഎഫ്ഐ ആരോപിക്കുന്നത് ശരിയാണെങ്കിൽ ഇയാൾക്ക് അവിടെ ലഹരി വിൽപ്പനയും ഒക്കെ ഉണ്ട്, കഞ്ചാവ് വിൽപ്പനയും ഒക്കെ ഉണ്ട്. പക്ഷേ അത് പോലീസ് ആ രീതിയിൽ സ്ഥിരീകരിക്കുന്നില്ല. ഡിവൈഎഫ്ഐയുടെ ആരോപണമായി നമുക്ക് ഈ ഘട്ടത്തിൽ കാണാം. ഏതായാലും ഗുരുതരമായി പരിക്കേറ്റു പ്രവീണിന്. ഇപ്പോൾ ആശുപത്രിയിലുമാണ്. ഈ പ്രദേശത്ത് ഇത്തരത്തിൽ ലഹരി ഉപയോഗമുണ്ട് എന്ന് നേരത്തെയും പരാതികൾ ഉയർന്നു വന്ന പ്രദേശമാണ്. കുമാരപുരത്തിന് സമീപമാണ്. ചെന്നിലോടെന്നാണ് പ്രദേശത്തിന്റെ പേര്. അവിടെയാണ് ഈ ഒരു അക്രമം ഉണ്ടായിരിക്കുന്നത്. ഏതായാലും വലിയ പ്രതിഷേധം ഡിവൈഎഫ്ഐയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്ന സൂചനകൾ പുറത്തു വരുന്നുണ്ട്. പോലീസും ഊർജിതമായ അന്വേഷണം പ്രതിക്ക് വേണ്ടി ആരംഭിച്ചിട്ടുണ്ട്. ഇയാൾക്കൊപ്പം ഉണ്ടായിരുന്ന ആളെയാണ്, ബൈജുവിനെയാണ് നിലവിൽ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. വൈകാതെ പ്രവീണും അറസ്റ്റിലാകുമെന്നാണ് പോലീസിൽ നിന്ന് അറിയാൻ കഴിയുന്നത്. അരുൺ, ഈ പിടിയിലായ ചന്തു പ്രദേശത്തെ പ്രധാന കഞ്ചാവ് കച്ചവടക്കാരനാണെന്ന് ഡിവൈഎഫ്ഐയുടെ പരാതിയിലുണ്ട്. ചന്തുവിനിപ്പോൾ ബൈജുവും പിടിയിലായിട്ടുണ്ട്. ഈ രണ്ടുപേരും നേരത്തെ തന്നെ അരുൺ സൂചിപ്പിച്ചു, ചന്തു ഇതിനു മുൻപും ഒരാളെ ആക്രമിച്ചുവെന്ന് ഡിവൈഎഫ്ഐ ആരോപിക്കുന്നുണ്ട് എന്ന്. ഏതെങ്കിലും ലഹരി കേസിലോ ക്രിമിനൽ കേസിലോ മുൻപ് പിടിക്കപ്പെട്ടിട്ടുള്ള വ്യക്തിയാണോ? മാത്രമല്ല ഈ സ്ഥലത്ത്, ഈ പ്രദേശം, ഈ കുമാരപുരം ഉൾപ്പെടുന്ന പ്രദേശം ലഹരി സംഘങ്ങളുടെ സജീവ സാന്നിധ്യമുള്ള സ്ഥലമാണ്. പക്ഷെ എന്തുകൊണ്ടാണ് പോലീസിന്റെ ഒക്കെ കൃത്യമായ ഇടപെടൽ അവിടെ ഉണ്ടാകാത്തത്? കുമാരപുരം പ്രധാനപ്പെട്ട ഒരു ജംഗ്ഷനാണ്, നഗരത്തിലെ പ്രധാനപ്പെട്ട ഒരു മേഖലയാണ്. അതിന് പിൻവശത്തായിട്ട് ചെന്നിലോടെന്നൊരു പ്രദേശമുണ്ട്. അവിടെയാണെങ്കിൽ പോലീസിനൊക്കെ അത്ര പെട്ടെന്ന് ചെന്നെത്താൻ കഴിയാത്ത പ്രദേശമുണ്ട്. ആമഴഞ്ചാൻ തോടിൻ്റെ സമീപ ഭാഗങ്ങളിലും മറ്റും. അവിടെയൊക്കെയാണ് ഈ ലഹരി സംഘങ്ങൾ സാധാരണ തമ്പടിക്കാറുള്ളത്. പോലീസ് വരുമ്പോൾ അവർക്ക് ഓടി രക്ഷപ്പെടാനൊക്കെ കഴിയുന്ന സ്ഥലമാണത്. ആ പ്രദേശത്താണ് ഈ പ്രവീണിൻ്റെയും സംഘത്തിൻ്റെയും ഒക്കെ കേന്ദ്രമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അവിടെ നേരത്തെയും ഇത്തരത്തിലുള്ള ചില പ്രശ്നങ്ങളിൽ ഇയാൾ ഉൾപ്പെട്ടിട്ടുണ്ട്
കുത്തേറ്റമുണ്ട്. അതാണ് നേരത്തെ സൂചിപ്പിച്ച ഒരു യുവാവിനെ കുത്തി പരിക്കേൽപ്പിച്ചിരുന്നു. സമാനമായി തന്നെ എന്തോ തർക്കമുണ്ടാകുമ്പോൾ അയാളെ സ്ക്രൂ ഡ്രൈവർ കൊണ്ട് കുത്തി പരിക്കേൽപ്പിക്കുകയായിരുന്നു. സമാനമായിരുന്നു അന്നത്തെയും ആക്രമണം. പക്ഷേ അന്ന് കുത്തുകൊണ്ട ആൾക്കും ചില ഈ കേസുമായി ബന്ധപ്പെട്ട പശ്ചാത്തലമൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് അന്ന് പോലീസിൽ പരാതിയായി പോകാത്തതെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഏതായാലും ഇയാളുടെ മറ്റു ഹിസ്റ്ററിയും പോലീസ് പരിശോധിക്കുന്നുണ്ട്. ഇത്തരത്തിൽ സ്ഥിരം പ്രശ്നമുണ്ടാക്കുന്ന ആൾ തന്നെയാണ് ചന്തു എന്ന് പോലീസിനും വിവരമുണ്ട്. ഈ ലഹരി വിൽപ്പനയാണ് ഇയാളുടെ പ്രധാന പരിപാടി, കഞ്ചാവ് വിൽപ്പനയാണ് പ്രധാന പരിപാടി എന്നാണ് ഡിവൈഎഫ്ഐ ആരോപിക്കുന്നത്. ഡിവൈഎഫ്ഐ അടുത്തിടെ ഇതുമായി ബന്ധപ്പെട്ട ക്യാമ്പയിനുകളൊക്കെ, ലഹരി വിരുദ്ധ ക്യാമ്പയിനുകളൊക്കെ ഏറ്റെടുത്തിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായുള്ള വൈരാഗ്യം കൂടി ഡിവൈഎഫ്ഐ പ്രവർത്തകരോടുണ്ട് എന്നാണ് അവരുടെ ഒരു നിലപാട്. ഏതായാലും പോലീസിൻ്റെ അന്വേഷണത്തിൽ മാത്രമേ ഇയാളുടെ മറ്റു ഹിസ്റ്ററിയും അതുപോലെ ഇയാളുടെ ഇത്തരം ലഹരി സംഘങ്ങളുമായുള്ള ബന്ധമൊക്കെ പുറത്തു വരികയുള്ളൂ. കേട്ടോ, ഇവിടെ ഈ സ്ഥലത്ത് കുമാരപുരത്ത് ഡിവൈഎഫ്ഐയുടെ പ്രതിഷേധം, ഡിവൈഎഫ്ഐ വലിയ പ്രതിഷേധത്തിലാണ്. കാരണം അവരുടെ ഒരു പ്രാദേശിക നേതാവിനാണ്, യൂണിറ്റ് സെക്രട്ടറിക്കാണ് ആക്രമണം ഉണ്ടായത്. പ്രത്യേകിച്ചും ഈ ലഹരി സംഘങ്ങൾ സജീവമായ ഒരു സാഹചര്യത്തിൽ ഡിവൈഎഫ്ഐ ഈ ലഹരിക്കെതിരെ വലിയ ക്യാമ്പയിനുകൾ സംഘടിപ്പിക്കുന്നുണ്ട്. അതോ ഈ പ്രതിഷേധത്തിന് അപ്പുറം ഈ ലഹരി സംഘങ്ങളെ അമർച്ച ചെയ്യാൻ CPM-ഉം ഡിവൈഎഫ്ഐ ഒക്കെ അവിടെ തുടർച്ചയായി ക്യാമ്പയിനുകൾ നടത്തുന്നുണ്ടോ? അത്തരം ക്യാമ്പയിനുകൾ ഡിവൈഎഫ്ഐ ആരംഭിച്ചിട്ടുണ്ട്. CPM-ഉം അത്തരം നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. സർക്കാർ ഏറ്റെടുക്കുന്ന അത്തരം ക്യാമ്പയിനുകൾ ഡിവൈഎഫ്ഐയും CPM-ഉം ഒക്കെ താഴെത്തട്ട് നടപ്പാക്കുന്നതുമാണ്. നേരത്തെയും കഴിഞ്ഞ 2 ആഴ്ച മുമ്പും തിരുമലയിൽ ഇതുപോലെ ഡിവൈഎഫ്ഐയുടെ പ്രവർത്തകന് ലഹരി സംഘത്തിൻ്റെ ആക്രമണം നേരിടേണ്ടി വന്നിരുന്നു. ഈ ലഹരി സംഘങ്ങൾ പലയിടത്തും ഇത്തരത്തിൽ അതിശക്തമായി തന്നെ നിൽക്കുന്നു എന്നത് വസ്തുതയാണ്. അവർ ഈ എല്ലാവരെയും ആ രീതിയിൽ എതിർക്കുന്നവരെയൊക്കെ ആക്രമിക്കുന്നൊരു ശീലവുമുള്ളവരാണ് പലപ്പോഴും ഈ നഗരത്തിൽ പല മേഖലകളിലും. അത്തരമൊരു പ്രദേശമായി ചന്ദ്രൂരിനെ കാണണം. അവിടെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ പോലീസിനെ എത്തിപ്പെടുക അത്ര എളുപ്പമല്ല. അതിലെ പ്രദേശങ്ങൾ കൂടിയുണ്ട്. ആമേഴഞ്ചാൻ തോടിൻ്റെ സമീപ സ്ഥലങ്ങളിലും കരയിലുമൊക്കെ അങ്ങനെ പോലീസ് എത്തിപ്പെടാൻ പറ്റാത്ത വലിയ ഒഴിഞ്ഞ സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അവിടെയൊക്കെയാണ് ഇവരുടെ ഒരു കേന്ദ്രം. അത്തരമൊരു സ്ഥലത്താണ് ഈ ചന്തുവിൻ്റെ നേതൃത്വത്തിലുള്ള സംഘവും എന്നാണ് പോലീസും പറയുന്നത്. ഏതായാലും പോലീസിൻ്റെ അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. ഡിവൈഎഫ്ഐയും ഇതുമായി ബന്ധപ്പെട്ട തുടർ പ്രതിഷേധ പരിപാടികൾക്ക് തന്നെയാണ് തീരുമാനമെടുത്തിരിക്കുന്നത്. ഈ പ്രതിയെ അറസ്റ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രതിഷേധവും വൈകാതെ ഡിവൈഎഫ്ഐയുടെ ഭാഗത്തുണ്ടാകുമെന്നാണ് ഭാരവാഹികൾ അറിയിക്കുന്നത്.